നമ്മൾക്കിന്ന് ഒരു ബീഫ് കുറുമ ഉണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മീഡിയം സൈസിൽ 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരച്ചത്, പിന്നെ അതിന് അരയ്ക്കാൻ ആവശ്യമായ തേങ്ങ, കറിവേപ്പില. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാര്യമായിട്ടുള്ളത് ഇതാ അതിൻ്റെ ബീഫ്. 1 കിലോ ബീഫാണ് ഞാൻ എടുത്തത്. അത് നന്നായിട്ട് വെട്ടിക്കഴുകി വെള്ളമൊക്കെ ചേർത്തെടുത്തതാണ്. നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഒരു കുക്കർ അടുപ്പത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് നല്ല ഫ്രഷ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കത് മതി. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ സവാളയാണ് ചേർക്കുന്നത്. അതൊന്ന് വാടിയിട്ട് വേണം മറ്റുള്ളതൊക്കെ ചേർക്കാൻ. നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. കുറച്ച് ചതച്ച് വെച്ചാണ്, മുഴുവനായിട്ട് നമുക്ക് വേണ്ട, അത്രയും മതി. നേരത്തെ ചതച്ച് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകാണ് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത്. പിന്നെ കുറച്ച് കറിവേപ്പില. കറിവേപ്പില ആ മുറ്റത്ത് തന്നെ കുറച്ചുണ്ടെങ്കിൽ നല്ല ഫ്രഷ് കറിവേപ്പിലാണ്. അതും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് വഴറ്റും. നമുക്ക് അരിഞ്ഞ് വെച്ച 2 തക്കാളിയാണിത്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ്, 2 ഉണ്ട്. 1 കിലോ ബീഫായതുകൊണ്ട് അത്രയും മതി നമുക്ക്. പിന്നെ ഉലുവ പൊടിയാണ് ചേർക്കുന്നത്. വറുത്ത് പൊടിച്ചതായതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ചേർക്കാത്തത്. അത്രയും മതി. ഇതിൽ മസാല ചേർക്കണം. അത് മല്ലിയാണ്, മല്ലി പൊടിച്ച അത് ഒരു എന്താ പറയുക, ഒരു 3 ടേബിൾ സ്പൂണ് നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. വലിയ സ്പൂണാണ് ഞാൻ എടുത്തത്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത്രയും മതി. ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് ചേർത്തിട്ടുണ്ട്. ബീഫ് ആകുമ്പോൾ കുറച്ച് നന്നായിട്ട് മല്ലിപ്പൊടി വേണം. എന്താ 4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം അത് ഒഴിക്കേണ്ട, ബീഫിന് വെള്ളം ഇറങ്ങി വരൂ. ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതാ ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് കഴിക്കുക. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ചെന്നാണ് 1 സ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഈ മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 4-5 ഏലക്കായ, കുറച്ച് പൂവ്, ഒരു 5-6 പൂവ്, കഷ്ണം പട്ട. ഞാൻ ഇവിടെ വീട്ടിൽ തന്നെയുള്ള പട്ട ആയതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ 1 സ്പൂണ് പെരുംജീരകം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ കുറച്ചിട്ട് ചെയ്യണേ. നന്നായിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. അല്ല നമ്മൾക്ക് കുറുമയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇത് തേങ്ങ കൂട്ടി അരയ്ക്കാനുള്ളതാണ് കേട്ടോ. ഇതാ ഇത്രയും മതി. ഉപ്പ് വന്നിട്ടുണ്ടാവും, നോക്കട്ടെ. എൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ചെറുതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെള്ളം ചേർത്തില്ലല്ലോ, 1/4 കപ്പ് വെള്ളമാണ് ചേർത്തത്. കണ്ടില്ലേ, ബീഫിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടോ? ഒന്ന് നോക്കട്ടോ വെന്തിട്ടുണ്ടോയെന്ന്. അസലായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് തേങ്ങ അരച്ച് ചേർക്കാം. ഞാനിപ്പോൾ വറുത്ത് എടുത്തില്ല, വെളിച്ചെണ്ണയിൽ പെരുംജീരകവും കറുവപ്പട്ടയും അതും ഇതൊക്കെ അതെല്ലാം കൂടി തേങ്ങ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചു കൊടുക്കാം. നമ്മളെ ബീഫ് കറി ഇതാ കുക്കറിനെയാണിതാ ഒരു മൺചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. ഞാൻ കുരുമുളക് ചേർത്തിനെ കാണിക്കാൻ വിട്ടു കേട്ടോ. നല്ല കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത് വെച്ച തേങ്ങ ഒരു ട്രിപ്പ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഇതാ കുറച്ച് കാഷ്യൂ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുക. വെളിച്ചെണ്ണയിൽ വറുത്ത് പെരുംജീരകവും ഏലക്കായ, കറാമ്പ്, പട്ടയൊക്കെ അല്ലേ, അതൊക്കെ ചേർത്തരച്ച് കാഷ്യൂനട്ടും എല്ലാം കൂടി അരച്ച് തേങ്ങയാണിത് ഇതിൽ ചേർക്കുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം.
ബീഫ് കുറുമയൊന്ന് നന്നായിട്ട് വറവ് ചെയ്യണം. അതിനാണ് അത്. അത് നമ്മുടെ ഉള്ളി നന്നായിട്ട് ചുവന്നിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. നമ്മൾ നേരത്തെയും ചേർത്തതല്ലോ. ഒന്ന് നമുക്കിതിലേക്ക് വറവ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ചേർത്ത് വറുത്തതാണ്. സവാളയൊക്കെ വഴറ്റി, അപ്പോൾ വെളിച്ചെണ്ണ കൂടുതലായി പോകണ്ട. എണ്ണയൊക്കെ വേണ്ടാത്തവർക്ക് ലാസ്റ്റിലത്തെ വറവ് വേണമെങ്കിൽ ഒഴിവാക്കാം. കുറച്ച് 2 നുള്ളി ഗരം മസാല ഇതിൽ ഈ എണ്ണയിലേക്ക് ചൂടാക്കി ഒഴിക്കുന്നുണ്ട്. നമ്മളതിൽ എല്ലാം ചേർത്തതല്ലേ, മസാലകളൊക്കെ കറുവപ്പട്ട പൂവ് ഒക്കെ ചേർത്തതല്ലേ, ഇലക്കൈയൊക്കെ. അപ്പോൾ അതുകൊണ്ട് കൂടുതലായാൽ നമ്മൾ കറിക്കൊരു കുത്തലായിരിക്കും. അപ്പോൾ കുറച്ച് ഗരം മസാല ഈ വെളിച്ചെണ്ണയിലൊന്ന് ചൂടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മളെ ബീഫ് കുറുമ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കുറുമയാണ്. ഇതിൽ ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല, പച്ചമുളകും കുരുമുളകും ചേർത്തുണ്ടാക്കിയതാണ്. ഇതുപോലെ വേണമെന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണിത്. ആ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറിനും ചപ്പാത്തിക്ക് ബ്രെഡ് എന്തിനു വേണമെന്നുള്ള കോമ്പിനേഷനാണ് ഈ ബീഫ് കുറുമ. ഇത് ഞാൻ ഇങ്ങനെ വിളമ്പിയ എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് അവർ കഴിച്ചോളും. ഇങ്ങനെ ബൗളിൽ ഇട്ട് കമറ്റി വെച്ച് കൊടുത്താൽ അതൊരു ഭംഗി കണ്ടിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം സപ്പോർട്ടും ചെയ്യണേ.